ഇതാണ് നമ്മളാള്. ഒരായി പറഞ്ഞോളി. ഓക്കെ, നിങ്ങളുടെ പേരെന്താ? ഇപ്പോഴത്തെ സാധനം കടികളൊക്കെ ഭയങ്കര കുറവായിരുന്നു. എന്തൊറ്റി? കഴിഞ്ഞതാണ്. ഉച്ചക്കാണല്ലേ? ഉച്ചക്കാശ പരിപാടി, വൈകുന്നേരം പരിപാടിയാണ്. ഓക്കെ ഓക്കെ. നിങ്ങളെന്താ ബാംഗ്ലൂരിൽ എന്താ ഇതിനവിടെ? ബാംഗ്ലൂരിൽ നമ്മൾ അവിടെ വന്നത് വേറെ ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു. ആണല്ലേ? ഓക്കെ. എന്നിട്ട് എന്താ സംഭവം ഉണ്ട് പറഞ്ഞു? എന്താ സംഭവം തന്നെ? അതെ, നമ്മളെ പറ്റിച്ചു പോയവരുത്തുണ്ട് ബാംഗ്ലൂരിൽ. നിങ്ങളെ പറ്റിച്ചോ? പറ്റിച്ചിട്ടുണ്ട്. ഇതാണ് നാസമ്മാന ഉലകം. ഏകദേശം ഒരു 30 ലക്ഷം രൂപയോളം പറ്റിച്ചു പോയവരുത്തുണ്ട്. അപ്പോൾ അത് അന്വേഷിക്കാനും അയാളുടെ ഫാമിലിയായിട്ട് ഇപ്പോൾ താമസിക്കാണ്. മലയാളിയാണോ അവര്? മലയാളിയാണ്, തിരൂരുള്ള ആൾക്കാണ്. എന്നിട്ടോ ഇവിടുന്ന് സ്വർണ്ണക്കട നടത്തി ഉള്ളിടത്തോളം ആളുകളെ പറ്റുന്ന പൈസയും വാങ്ങിച്ച് ഏകദേശം എങ്ങനെ എന്താ മനസ്സിലായില്ല? സ്വർണ്ണക്കട നടത്തി ഏജന്റുമാർ വെച്ച് സ്വർണ്ണക്കട നടത്തി ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് അവസാനം അയാൾ കിട്ടിയ പൈസക്ക് മുഴുവൻ സ്ഥലങ്ങൾ വാങ്ങിച്ച് കൂട്ടി അയാൾ പോയി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ കടക്കാരനായി ജനങ്ങൾക്ക് പൈസ കൊടുക്കണം. അങ്ങനെ സംഭവിച്ചാണോ? നിങ്ങളുടെ അടുത്ത് പൈസ മാസം വാങ്ങണം? അങ്ങനെ മാസം നമ്മൾ ജനങ്ങളെ കയ്യിൽ നിന്ന് തിരിച്ചുകൊണ്ടിരിക്കുന്ന പൈസ പരിപാടി ഉണ്ട്. എല്ലാ ഭാഗത്തും സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി അവസാനം ജ്വല്ലറിയെ പൊട്ടിച്ചു പോയി. ഏകദേശം 100 കോടിയോളം രൂപയും ഏകദേശം 45 കിലോ സ്വർണ്ണമായിട്ടാണ് പോയത്. ആണല്ലേ? അപ്പോൾ ആള് ബാംഗ്ലൂർ 1.5 വർഷത്തെ സ്ഥിരതാമസമാണ്, ഫാമിലി അടക്കം. അപ്പോൾ അയാളൊന്ന് കാണാണ്ടിയെന്ന് ബാംഗ്ലൂരിൽ പോയി ഒരാഴ്ച മുൻപ് വന്നിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ എന്ത് ബിസിനസ് ഉണ്ടായിരുന്നോ? ബാംഗ്ലൂർക്ക് ബിസിനസ് ഇല്ല. അപ്പോൾ ഗൈസ്, ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ആക്ച്വലി ഇവിടെ ചായ കുടിക്കാൻ ഒന്നാണ്. അപ്പോൾ ഇവരുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പേഴ്സണലി കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് അവരിങ്ങനെ പറഞ്ഞത്. അപ്പോഴാണ് ബാംഗ്ലൂരിൻ്റെ കഥ പറഞ്ഞത്. നിങ്ങൾ ബിസിനസ്സിൻ്റെ ഇത് അല്ലേ? ഒരു 5 ദിവസം കട കൂട്ടിയിട്ട് ബാംഗ്ലൂർ വന്നു. ആണല്ലേ? അപ്പോൾ അതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഈ വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ ഇതുപോലെ നിറയെ പേരെ കുറേ ആളുകളെ പറ്റിച്ചിട്ട് ആളുകൾ പോയിട്ടുണ്ട്. സോ അവരെ പറ്റിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് തെറ്റുന്നില്ലല്ലേ? കാരണം മറ്റു ഇതേമാതിരി ഇനിയും ആളുകൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് ഇനിയും ജനങ്ങൾ പറ്റിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഈ പള്ളിക്കൽ ബസാർ എന്ന സ്ഥലത്തുനിന്ന് എന്താ പറയുക, ഇവിടെ തന്നെയാണോ ആള്? ഇവിടെ നിന്നല്ല, തിരൂരിൽ നിന്നാണ് ആൾ പോയത്. തിരൂരത്തെ ബസാർ ഇരകളായ കുറേ ആളുകളുണ്ട്, ഞാനൊരു ഏജന്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. എന്റെ ബാധ്യത കുറേ ഉണ്ട്. 30-35 ലക്ഷം. നിങ്ങളാണ് അവരെ ഏജന്റ് ആയി നടന്ന ആളാണ്? ഞാനാണ് ഏജന്റ് ആയി നടന്നത്. അപ്പോൾ നിങ്ങളാണ് ഇപ്പോൾ കടം വീട്ടിട്ട് നിങ്ങൾ അവർ പറ്റിച്ചു? കടം വീട്ടാൻ നമുക്ക് സ്വസ്ഥത ഇല്ല. അപ്പോൾ നിങ്ങളൊരു മാന്യനായതുകൊണ്ട് പൈസ കടം വീട്ടി നടന്നു. മറ്റാണ് കുറേ പൈസ നമ്മൾ കയ്യിൽ നിന്ന് കൊടുത്തു, പക്ഷെ വലിയ എമൗണ്ട് ഒന്നും കൊടുക്കാൻ പറ്റില്ല. അതെ. അപ്പോൾ അത് എന്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം. ഇവ അവിടെ രാജാവായിട്ട് ജീവിക്കണം. ഓടിയും ബാലൻസും ജാഗറൊക്കെ എടുത്തിട്ട് അതെ, വൈഫിന്റെ പേരിൽ 2 കോടി രൂപ വീടൊക്കെ എടുത്ത് ആള് സുന്ദരമായിട്ട് ജീവിക്കാനാണ്. ഓക്കെ. അപ്പോൾ തിരൂരിലുള്ള ആ മഹത് വ്യക്തിനെ നമുക്ക് തീർച്ചയായിട്ടും ഇത് എത്തിക്കണം. കാരണം അവർ മനസ്സലിവുള്ള ആളാണെങ്കിൽ ആ 1.5 കോടി 50 കോടി മനസ്സലിവ് അയക്കില്ല. കാരണം കൊടുക്കണം എന്ന് ആഗ്രഹിക്കണം, കൊടുക്കണ്ടേ? അത് കോടിക്കണക്കിന് രൂപ അവന്റെ കയ്യിലുണ്ട്, സ്വർണ്ണമുണ്ട്, പക്ഷെ അയാൾ കൊടുക്കൂല. അപ്പം കിട്ടുന്ന രീതിയിൽ വാങ്ങിക്കും. ശരി, എന്നാൽ കുഴപ്പമില്ല. അപ്പം അവരുടെ പേര്, അഡ്രസ്സും കാര്യങ്ങൾ പറഞ്ഞോളി, ആളുകൾക്ക് ഉപകാരപ്പെടും. ചിലപ്പം ആളെ പേര് ജയചന്ദ്രനാണ്. ജയചന്ദ്രൻ, പുതിയൊരു ജയചന്ദ്രൻ. നല്ലൊരു പേരും വെച്ചിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഫേമസ് ആണ്, ഒരുവിധം ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ അറിയാം. പള്ളിക്കൽ സാറത്ത് എല്ലാവർക്കും അറിയാം. പള്ളിക്കൽ സാർ മാത്രമല്ല, തിരൂര് താന്നൂർ ഏരിയയിലുള്ള ഒരുവിധം ഇപ്പോൾ പത്രങ്ങളിലും TV ന്യൂസുകളിലൊക്കെ വന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ അയാൾ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേരെന്താണ്? ഇപ്പോൾ അത് ബിനാമിയായിട്ട് നിൽക്കും. മറ്റൊരാളെ ബിനാമി വെച്ചിട്ടുണ്ട്, അയാളെ ബിനാമിയൊക്കെ വെച്ചിട്ട് പുതിയ തട്ടിപ്പ് അതും പൊട്ടിച്ചോ? അത് 45 കോടി ഏകദേശം. അതാണ് അവളെ സ്ഥിരം പരിപാടി. ഇങ്ങനെ കമ്പനികൾ ഉണ്ടാക്കുക, ജനങ്ങളെ പറ്റിക്കുക, സുഖസുന്ദരമായിട്ട് ജീവിക്കുക, അതൊക്കെയാണ് അവളെ പല പരിപാടികൾ. അതാണ് ഇപ്പോൾ സ്ഥിരം പരിപാടികൾ. അപ്പം പിടിക്കപ്പെടണം, മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. കുറേ ആളുകളെ കണ്ണീരാണ്. അതായത് ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരുപാട് ആളുകളെ വീട്, സ്ഥലങ്ങള്. അപ്പം അതിലൊക്കെ പെട്ട ഒരാളാണ് ഞാൻ. അപ്പം എന്താ വെച്ചാൽ ഇനി ഇത് നിങ്ങളെ മനസ്സാക്ഷി കൊണ്ട് എല്ലാം തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ഇവനെ കണ്ടെത്തി പോലീസ് മാതൃകാപരം ശിക്ഷിക്കണം. ഇനി അവൻ ഒരു ബിസിനസ്സും ചെയ്യാൻ പാടില്ല, ജനങ്ങൾക്ക് പൈസ തിരിച്ചും കിട്ടണം. നമ്മളെപ്പോലുള്ള ആളുകൾ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അപ്പം അത് ഇനി പൊതുവെ പള്ളിക്കൽ ബസാർ അല്ലെങ്കിൽ ഈ നമ്മളെ മലപ്പുറം ഏരിയയിലൊക്കെ പറഞ്ഞാൽ അവരൊക്കെ നല്ല കഷ്ടപ്പെട്ടിട്ട് കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും. അന്നന്ന് കിട്ടി അന്നന്ന് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പം അതിനൊക്കെ സേവിങ്സ് ആകുന്ന പൈസയാണ് ഈ നായി കൊണ്ടുപോയത്. അപ്പോൾ അവൻ ശരിക്കും രക്ഷപ്പെടാൻ പാടില്ല. രക്ഷപ്പെടുന്നത് കുഴപ്പമായിട്ടില്ല, നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആളുകളെ പറ്റിച്ച് ആ ഒരു ജീവിതം ഉണ്ടല്ലോ, അത് മുകളിലൊരാളുണ്ടല്ലോ, ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ ഇതിലൊരാൾ മാത്രം തന്നെയാണ്, പക്ഷെ 100 കണക്കിന് ആളുകൾ പുറത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ട്. സംഭവം ഞാനൊന്നും പറഞ്ഞിട്ടില്ല.
ഒരുപാട് കഷ്ടപ്പെടുന്ന പാവങ്ങളുണ്ട്. അപ്പോൾ ഇവന് എന്തെങ്കിലും പൈസ തിരിച്ച് കൊടുക്കുന്നുള്ള പ്രതീക്ഷ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷെ ആ പ്രതീക്ഷ 9 വർഷമായി കാത്തിരിക്കുന്നത്. 9 വർഷം 2016 മുങ്ങിയതാണ് ആണല്ലേ. അപ്പോൾ ഈ 9 വർഷമായിട്ടും ഈ പൈസ കൊടുക്കാനുള്ള യാതൊരു നടപടിയായിട്ടില്ല. ഒറ്റുണ്ട്. ഹലോ ഗൈസ്, ഇവിടെ ഫുട്ബോളിൻ്റെ നാടാണ്. അതുകൊണ്ട് ഒരു ഫുട്ബോൾ മത്സരത്തിൻ്റെ അനൗൺസ്മെൻ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഫുട്ബോളിൻ്റെ സ്ഥലമാണ്. അവരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് വേറൊന്നുമില്ല. പേര് ജയചന്ദ്രൻ മാത്രമേ ഉള്ളൂ അല്ലേ? പേര് ജയചന്ദ്രൻ എം താനൂര് തിരൂർ ഒഴൂരാണ് വീട്. ഒഴൂരല്ലേ? ഓക്കെ ഓക്കെ. ഓണക്കാട് വീട്. നിങ്ങളൊക്കെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്? ഒരുപാട് തവണ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആളില്ല. ഇപ്പോൾ ആളില്ല. അവന് ഫാമിലിയും വൈഫും 3 മക്കളും ആണല്ലേ. ബാംഗ്ലൂർ ഇപ്പോൾ ഏകദേശം 2 വർഷമായി ബാംഗ്ലൂർ താമസം വന്നിട്ടുണ്ട്. ബാംഗ്ലൂരാണ്. അല്ല, അടിച്ചു പൊളിച്ച് ജീവിക്കാണ്. അടിച്ച് പൊളിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാരെ കരയിപ്പിച്ചിട്ട് നാട്ടിലുള്ള ജനങ്ങളെ പൈസ മുഴുവൻ പറ്റിച്ച് പോയിട്ട് അവിടെ ആഡംബര ജീവിതം. അത് ഓടി ജാഗർ, ബെൻസ് അങ്ങനെയുള്ള കാറുകൾ, വലിയ വലിയ കാറുകൾ, വലിയ കാറുകൾ, ലക്ഷറി ലൈഫ് സ്റ്റൈലാണ് അവർക്ക്. ലക്ഷറി ലൈഫ് സ്റ്റൈൽ. ഇതാണ് അവിടെ ഫോട്ടോ. നിങ്ങളെ പേരെന്നായിരുന്നു? സുബ്രഹ്മണ്യൻ. ഇതാണ് ആള് മൈനാണല്ലോ ഗൈസ്. ഇതാണ് ആള്. ഇതാണ് ജയചന്ദ്രൻ മുതിയേരി. ഓക്കെ. ഇനിയിപ്പോ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ജയചന്ദ്രൻ സാർ, നിങ്ങൾക്ക് വെളിയിൽ വരാം. ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബദൽ കൊടുക്കാം. ഇതാണ് നമ്മളെ ആള്. ഇപ്പൊ ഇതാണ് പറഞ്ഞിരുന്നല്ലേ ഇയാളെ പിടിക്കപ്പെടണം. കാരണം അത്രയും കഷ്ടപ്പെടേണ്ട ആളുകൾ. അപ്പോൾ നിങ്ങളെ നമ്പറൊക്കെ ഞാൻ ഇതിലിടും കേട്ടോ. കാരണം വെച്ചാൽ ഇനി അവർക്ക് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് നിങ്ങൾക്ക് എന്ത് പ്രതികരിക്കാണ്ടെങ്കിൽ വിളിച്ച് പറയാലോ. തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുൻപ് പ്രതികരിച്ച ഒരാളാണ്. കാരണം തട്ടിപ്പ് നടത്തുന്നതിനെതിരെ, കാരണം ജനങ്ങളെ ഇനി വഞ്ചിക്കപ്പെടാൻ പാടില്ല. അതിനെതിരെ ശക്തമായി ഈ കമ്പനിക്കെതിരെ എതിർത്തൊരാളും കൂടെ. ഞാൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, പ്രശസ്ത മാധ്യമങ്ങളിലും അതുപോലെ മുഖ്യധാര എല്ലാ മാധ്യമങ്ങളിലും ഞാൻ ഇതിന്റെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത് തട്ടിപ്പാണ്, ഇതിൽ പോയി പെടരുത് എന്നുള്ളത് മുന്നറിയിപ്പ്. കാരണം വെച്ചാല് ഞാൻ അതിൽ പറ്റിക്കപ്പെട്ട ഒരാളാണ്. മറ്റൊരാൾ ഇതിൽ പോയി ചതിപ്പെടാൻ പാടില്ല. എന്തിന്റെ റേറ്റാണ് കമ്പനി പോണത്? എന്താണ് ഇവരിപ്പോ ലാസ്റ്റ് തുടങ്ങിയത് ബിനാമി ഒരാളെ വെച്ചിട്ട്, ഒരു ഗോപാൽ എന്ന ആളെ വെച്ചിട്ട് സൂപ്പർ മാർക്കറ്റുകൾ, അതായത് മലപ്പുറം ജില്ലന്റെ പല ഭാഗത്തും സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ കണ്ട ഒരുപാട് ഷോപ്പുകൾ. ഈ ഷോപ്പുകൾ കൊണ്ടുവന്നിട്ട് ആ പരിസരത്തുള്ള ആളുകളെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാം. അതായത് 1 ലക്ഷം മുതൽ കോടിക്കണക്കിന് രൂപ ഇത് സ്വീകരിച്ച് ഇവർ അതിന് ലാഭം തരുമെന്ന് പറഞ്ഞിട്ട് ലാഭവാഗ്ദാനം പറഞ്ഞിട്ട് ഷെയർ തരാം, അങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ വാങ്ങിച്ചില്ല. ഇപ്പൊ വാങ്ങിച്ചുകൊണ്ടേ ആൾക്കാരെ പൈസ മുഴുവൻ കിട്ടും. കമ്പനി പടച്ചു കൂട്ടുന്ന സ്ഥിതിയിലേക്ക് മാറും. പൊട്ടി തന്നെ പറയാം. ഈ സൂപ്പർ മാർക്കറ്റ് പൊട്ടി. അതെ, പൈസ കൊടുക്കാനില്ല. അത് കൊടുത്ത ആൾക്കാരെ മുഴുവൻ വടി പിടിച്ചിരിക്കുകയാണ്. ഇത് സൂചനയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു കമ്പനിയിൽ ആരും പോയി. കമ്പനി പേരെന്തായിരുന്നു? ഇപ്പൊ ഈ കമ്പനി പേര് ഇൻഎവിറ്റബിൾ മാർക്കറ്റിംഗ് ലിമിറ്റഡ്. ഇപ്പോൾ ഉള്ളത്. മുമ്പ് നിങ്ങൾ 2016 അത് തിരൂർ തുഞ്ചത്ത് ജ്വല്ലേഴ്സാണ്. ജ്വല്ലറിലാണ് നിങ്ങൾ? ജ്വല്ലറി 3 ജ്വല്ലറി ഉണ്ടായി. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാന്ന് വെച്ചാൽ, നിങ്ങളുടെ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളതായ ഇതിൽ ചിലവഴിക്കുക, മറ്റുള്ള ആളുകളിൽ പോയിട്ട് പെടാതിരിക്കുക. നിങ്ങളും ആരെയും എന്താ പറയുക, ഈ ഒരു ഇതിലൊന്നും പെടുത്തി ആക്കാതെ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവം നടന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മെസ്സേജ് പല ആളുകളിലേക്കും കൊടുത്തത്. ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്കെതിരെ ഒരുപാട് 2 ദിവസം കൊണ്ട് ഏകദേശം 50,000 ആളുകൾ കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ വീഡിയോ എല്ലാവരും റിപ്പോർട്ട് അടിച്ചു ഈ കമ്പനിയുടെ ആളുകൾ തന്നെ. വീഡിയോ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനെതിരെ എനിക്ക് ഒരുപാട് പ്രതിഷേധങ്ങൾ വന്നിട്ട് വീട് ആക്രമിക്കാൻ നോക്കി. മീഡിയ വണ്ണിൽ വന്നിട്ടുണ്ട്, ആ ചാനലിൽ വന്നിട്ടുണ്ട്. 10-20 ആൾക്കാർ ഈ കമ്പനിയുടെ ആളുകളുടെ വീട്ടിൽ പുറത്തേക്ക് വന്നിട്ട് മോശമായ രീതിയിൽ സംസാരവും വടിയും വാളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിനെതിരെ കേസെടുത്ത് തേഞ്ഞിപ്പലം പോലീസ് കേസെടുത്ത് FIR ഇട്ട് അതിൽ കുറച്ച് ആൾക്കാർ 10 കേസ് അതിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. നിങ്ങളെ വീട്ടിലെ ആളുകൾ ആൾക്കാർ ഈ കമ്പനിയുടെ ആളുകൾ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ നല്ല വലുത്. പക്ഷേ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന കമ്പനികൾ പിടിക്കപ്പെടണം. തീർച്ചയായിട്ടും എനിക്ക് നമ്മളെ പൈസ കിട്ടണം. നമ്മളെ പൈസ മറ്റൊരു കമ്പനി ഉണ്ടാക്കി തട്ടിപ്പെടുത്താൻ അതിന് സമ്മതിക്കാൻ പാടില്ല. അതിനെതിരെ ഞാൻ പ്രതികരിച്ചത്. അപ്പോൾ അതിനെതിരെ എന്നെ കൊല്ലാനും അതുപോലെ കടൽ കൊണ്ടുപോയി താത്താനും വണ്ടി കയറ്റി കൊല്ലാനും അങ്ങനെ അവരെ ആളുകളെ വെച്ചിട്ട് പല രീതിയിലും ബാംഗ്ലൂരിൽ ഇയാൾ പ്ലാൻ ചെയ്തിരുന്നു. ജയചന്ദ്രൻ എന്ന് വെച്ച്
പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ജയചന്ദ്രൻ പറഞ്ഞ ആ വ്യക്തി പ്ലാൻ ചെയ്തിരുന്നില്ല. അയാള് പറഞ്ഞ പലതും ചെയ്യാൻ അവിടെ ആളുകളുണ്ടായിരുന്നു. അതെ, ഉണ്ടാവുണ്ടോ ടീമുണ്ടോ? ഭയങ്കര മാർക്കറ്റിംഗ് ആണല്ലോ. പക്ഷെ ഇപ്പോൾ ഈ ആളുകൾ മുഴുവൻ പറ്റിക്കപ്പെട്ടു ആണല്ലേ. അന്ന് ഞാൻ ഒരു ഒറ്റ സൂചന പറഞ്ഞതാണ്, ഇങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു കള്ളത്തരം നിങ്ങൾ തിരിച്ചറിയുന്ന അതിൽ പറ്റിക്കപ്പെടും നിങ്ങൾ. അതെ അതെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുന്നു പറഞ്ഞു. പക്ഷേ അപ്പോൾ ആളുകൾ മുഴുവൻ പറ്റിക്കപ്പെട്ടു. ഓരോരുത്തർക്കും 1 കോടി 2 കോടി ഉൾപ്പെടെ ഇന്നിപ്പോൾ ബാധ്യതയായി നിൽക്കുന്നു. പല ആളുകൾക്കും ഇവരെ കൂടെയുള്ള അന്ന് അവൻ്റെ വിശ്വസ്തനായ പല ആളുകളും ഇന്ന് പറ്റിക്കപ്പെട്ട് വീട്ടിൽ ഒളിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുകയാണ്. കാരണം ജനങ്ങൾ വിടില്ലല്ലോ, പൈസ കൊടുത്താൽ ജനങ്ങൾ ആരും വിടില്ല. അപ്പോൾ അവരെല്ലാവരും ഇപ്പോൾ ഒന്ന് ഫോൺ ഓഫാക്കി വീട്ടിലിരിക്കുകയാണ് ആണല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് വെച്ചു. അപ്പോൾ പല ആളുകൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞത് ശരിയായിരുന്നു, പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നാണ്. അവരിന്ന് ക്ഷമ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഞാൻ അന്ന് ഒന്നും പ്രതികരിച്ചില്ല. പക്ഷെ എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വലിയൊരു തട്ടിപ്പാണ്. ഏകദേശം ഒരു 50-60 കോടികളൊക്കെ പറ്റിച്ചു ഈ കമ്പനി കൂടെ. അപ്പം ഇവൻ പിടിക്കപ്പെടണം. കാരണം ഒരുപാട് പാവങ്ങളെ. ബാംഗ്ലൂരിലാണ് സ്ഥലമുള്ളത്. എന്താ നിങ്ങൾ? ആള് ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറാണ്. അതായത് അവന്റെ സംസാരം കേട്ടാൽ ആരായാലും മോട്ടിവേഷൻ തൂങ്ങിപ്പോ അതിന്റെ മുകളിൽ തൂങ്ങിപ്പോവും. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കൊടുക്കും. അതാണ് അയാളെ സംസാരം എങ്ങനെയാണ്. സംസാരം മുന്നിൽ ഇരുന്ന് കഴിഞ്ഞാല് പെട്ടിലുള്ള പൈസ നമ്മൾ എടുത്തു കൊണ്ടുവരും ആണല്ലേ. വീഡിയോ ഉണ്ടോ? ഒരു സോദൻ പോസിറ്റീവ് നെഗറ്റീവ്. സിംഹാസനത്തിനെതിരെ ഇതാണ് വീഡിയോ കേട്ടോ. സിംഹത്തിനെ വരെ അനുസരിപ്പിക്കാൻ കഴിയുന്ന പറഞ്ഞിട്ടാണ് വീഡിയോ. ഇതാണ് ആള്, നടന്നു പോണ ആള്. ഓക്കെ ഗൈസ്, ഇത് ചെക്ക് ചെയ്യണം പറ്റിയിട്ട്. അപ്പോൾ അതാണ് മോട്ടിവേഷൻ്റെ ആളാണ്. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്, താങ്ക്സ്.